ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? കാര്യമായിട്ട് വലിയ മൊമെന്റ് കാര്യങ്ങളൊന്നും മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം നമ്മൾ പ്രീവിയസ് ഡേയിൽ എന്താണോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പ്രോപ്പർ പ്ലാൻ ആണ് ഇന്ന് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെ? കംപ്ലീറ്റ്ലി കൂട്ടി ടാർഗറ്റ് രാവിലെ തന്നെ സിമ്പിൾ ആയിട്ട് മാർക്കറ്റ് ആ ഒരു സോണിലേക്ക് വന്നു. അഗെയിൻ മാർക്കറ്റ് റിജക്ട് ചെയ്ത് നമ്മൾ എന്താണോ ഇന്നലത്തെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് പ്ലാൻസ് ഉണ്ടായിരുന്നത്. സോ ഞാൻ ഇന്ന് കുറച്ച് ട്രാവലിംഗിലായതുകൊണ്ട് ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗ്രൂപ്പിൽ രാവിലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യമായിട്ട് കുറച്ച് സ്ഥലത്ത് പോകേണ്ടതായിട്ടുള്ളത് ഇന്ന് മാർക്കറ്റിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തു, എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ സോ ഇവിടെ പല പല കൺഫ്യൂഷൻസ് ഉണ്ടല്ലേ. 1 അവറിന്റെ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ നാളത്തെ പ്ലാൻ എന്താണ്, എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും, അല്ലെ? അപ്പോൾ പല പല ഇവന്റ്സും നമുക്ക് അതിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് ഇന്ന് 3:30 ശേഷം വന്നിട്ടുണ്ട്. സോ അതൊക്കെ നാളെ മാർക്കറ്റിൽ റിയാക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല, നേരെ വീട്ടിൽ പോയാലോ, ബാ. സോ ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കി എന്തായിരുന്നു, നമ്മൾ പ്രീവിയസ് ഡേ എന്താണോ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അല്ലെ? 1 അവറിന്റെ കംപ്ലീറ്റ്ലി ഉള്ള സോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് 1 അവറിന്റെ സോൺ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ കേട്ടോ, ഈ ഒരു 40 ഇവിടുത്തെ ലെവൽ 47,864 എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടോ മേളിലേക്ക്? യെസ്, ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കി, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ക്ലോസ് ചെയ്തിട്ടില്ല, കണ്ടോ? സോ അതുകൊണ്ട് തന്നെ സപ്ലൈ ആണ് സ്റ്റിൽ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. മേളിലുള്ള ഓർഡേഴ്സ് ഒക്കെ നല്ല രീതിയിൽ ടേക്ക് ചെയ്തിട്ടുണ്ട്, ഇംബാലൻസസ് ഒക്കെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ മാർക്കറ്റ് എന്താണ്, ബെയറിഷ് ആണ്, മനസ്സിലാവും. സോ ഇന്നത്തെ രാവിലത്തെ ട്രെൻഡ് നിങ്ങൾക്ക് താഴേക്ക് നോക്കാവുന്ന ഒരു പ്ലാൻ ഇവിടെ രാവിലെ ഉണ്ടായിരുന്നു. ഓക്കെ, താഴത്തെ പ്ലാൻസിലേക്ക് നോക്കാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമുക്ക് നമ്മളുടെ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ 3 മിനിറ്റിലേക്ക്, ഏത് ടൈം ഫ്രെയിമിലാണെങ്കിലും നമുക്ക് രാവിലെ അവിടെ നിന്നൊരു പ്ലാൻ നോക്കാവുന്നതായിരുന്നു. കണ്ടോ, രാവിലെ തന്നെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് കണ്ടോ. സോ ഇന്ന് ഞാൻ കുറച്ച് ട്രാവലിംഗ് ആയതുകൊണ്ട് എനിക്ക് അവിടെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും തരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ട്രേഡും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ഗ്രൂപ്പിൽ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, കണ്ടോ, കറക്റ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തു, കൺഫർമേഷൻ കിട്ടി, എക്സ്ട്രീമിലേക്ക് വന്നു, ഡിപ്പ് ചെയ്തു. സോ ഇത് നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടുന്ന ട്രേഡായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും സംഭവിച്ചു. ഇതൊക്കെ മാർക്കറ്റിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളത് ആലോചിച്ച് പോയല്ലോ എന്ന് വിചാരിക്കണം. മാർക്കറ്റിങ്ങും പോയിട്ടില്ല, മാർക്കറ്റ് അവിടെ തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പ്രീവിയസ് ഡേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തത്. ഇന്നലെ നമ്മൾ നോക്കിയിരുന്നു, അല്ലേ? ഈ ഒരു 3 മണി വരെ നമ്മൾ ഈ ട്രേഡ് നോക്കിയിരുന്നു. മാർക്കറ്റ് ഇന്നാണ് കറക്റ്റ് ഡ്രോപ്പ് തന്നത്, അല്ലേ? എത്ര പോയിന്റ്, ഏകദേശം 371 പോയിന്റ്സ് മാർക്കറ്റ് വീണു. പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത കേട്ടോ ഇത്, ഓർക്കണ്ടോ? ഓർമ്മയുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ, മറക്കരുതേ. കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക, ഈ ട്രേഡ് എടുത്തിട്ടുള്ളവർ കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. കണ്ടോ, കറക്റ്റ് ആ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ മാർക്കറ്റ് വന്നു, എഗെയിൻ റിവേഴ്സ് ആയി, മനസ്സിലാവും. അപ്പോൾ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റത്തിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ സെല്ലേഴ്സിൻ്റെ മാർക്കറ്റിൻ്റെ ആണ്, അല്ലേ? എപ്പോഴും ബയേഴ്സിൻ്റെ മാത്രം മാർക്കറ്റ് ഉണ്ടായപ്പോൾ സെല്ലേഴ്സിൻ്റെ മാർക്കറ്റ് ഉണ്ടാവും. സോ അവിടെ സെല്ലേഴ്സിൻ്റെ കയ്യിലാണ് മാർക്കറ്റ്, നല്ല രീതിയിലുള്ള സൈഡ് വേസ് മാർക്കറ്റാണ്. സോ എഗെയിൻ ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ പറയുന്ന സോണിൽ നിന്നും ഇപ്പോൾ 3 മിനിറ്റ് അവിടെ നിന്ന് എന്ത് ചെയ്തു, അതെ, ഷോർട്ടർ ടൈം ഫ്രെയിം എന്ത് ചെയ്തു, യെസ്, റിവേഴ്സായി, അല്ലേ? ഈ ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, എഗെയിൻ ഇതായിരുന്നു ഹൈ. സോ ഈ ഒരു സോണിനെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. സോ മാർക്കറ്റ് ഇപ്പോൾ ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ഈ മാർക്കറ്റിൽ ഈ പറയുന്ന 3 മിനിറ്റ് എഗെയിൻ ലോ വന്നു, ഹൈ വന്നു, ലോ വന്നു, ഹൈ വന്നു, ലോ വന്നു, ഹൈ വന്നു. ഈ ഒരു സോണിലേക്ക് വന്ന് എഗെയിൻ ഇവിടെ റിവേഴ്സൽ സിഗ്നൽ കാണിച്ചാൽ 3 മിനിറ്റ് ആവട്ടെ 1 മിനിറ്റ് ആവട്ടെ, നിങ്ങൾക്ക് എഗെയിൻ എന്ത് നോക്കാം, ഇതേപോലത്തെ ഒരു സിനാരിയോ ഉണ്ടായാൽ എഗെയിൻ താഴേക്ക് നോക്കാം. കാരണം ഏതൊരു ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്താലും ഇവിടെ നല്ലൊരു ഇംബാലൻസും ഇവിടെ നല്ലൊരു പുഷ് വന്നിട്ടുണ്ട്. സോ ഇവിടെ മാർക്കറ്റ് അത് ടേക്ക് ചെയ്യേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ഈ സ്ട്രക്ചറിനുള്ളിൽ, ഇപ്പോൾ കറണ്ട്ലി ഉള്ള ആ ഒരു സ്ട്രക്ചറിനുള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് ടേക്ക് ചെയ്യേണ്ടതാണ്, അല്ലേ? സോ ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിൽ ആ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് കണ്ടോ, യെസ്, ഒരു കൺഫർമേഷൻ കിട്ടി. ഈ ഒരു സോണിൽ നിന്നൊക്കെ എൻട്രി നോക്കുകയാണെങ്കിൽ എത്രയാണ്, നല്ലൊരു റിസ്ക് റിവാർഡ് എൻട്രി നമുക്കിവിടെ എടുക്കാം. കണ്ടോ, സോൺ നമ്മുടെ പ്രീവിയസ് ഡേ ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത ടാർഗറ്റ് തന്നെ, കണ്ടോ, സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു സോണിലേക്ക് വന്നിട്ടുണ്ട്. സീനുള്ളിൽ വേറെ പ്ലാൻസ് നമുക്ക് നോക്കാമായിരുന്നു. ഏകദേശം ഒരു 1:2
5 റിസ്ക് റിവാർഡിൻ്റെ ആ ഒരു ട്രേഡ് നമുക്ക് ഇന്ന് ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ടല്ലോ, അടുത്ത ദിവസം നോക്കാം അല്ലേ. അപ്പോൾ പ്രീവിയസ് വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ ഈ ഒരു പ്ലാൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലത്തെ സെക്ഷനിൽ. ഈ ഒരു സെറ്റപ്പിലേക്ക് തന്നെ താഴേക്ക് തന്നെ മാർക്കറ്റ് എന്തായാലും വരും എന്നുള്ളതാണ്. സോ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റിലൊന്നും എന്നെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ ഈ ട്രേഡ്സ് കാര്യങ്ങൾ നോക്കുന്നതും അവരതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ. സോ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. സോ നാളത്തെ പ്ലാൻ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? സ്റ്റിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു സോണിലേക്ക് വരും. സോ 1 അവറിൻ്റെ പ്ലാനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഫ്യൂച്ചർ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഈ 1 അവറിൻ്റെ സോണിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, കണ്ടോ. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ 1 അവറിൽ ചെയ്യാൻ കറൻ്റ്ലി ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ഡൗൺ ട്രെൻഡാണ്. സോ എഗെയിൻ മാർക്കറ്റ് സ്റ്റിൽ കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് അല്ലേ. കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് എഗെയിൻ മാർക്കറ്റ് ഇതിൻ്റെ ലോയിൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരണം അല്ലേ. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സോണിൽ നിന്ന് മാർക്കറ്റ് എത്ര പോയിന്റ് ഇനി വീഴണം കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ കേട്ടോ. നമുക്കവിടെ കൺഫർമേഷൻ ഉള്ള കാരണം പേടിക്കേണ്ട. 1000 പോയിന്റ്സ് മാർക്കറ്റ് എഗെയിൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് താഴേക്ക്. ഈ ഒരു പ്ലാനിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുക, മേളിലേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ ഇത്രയും വലിയ ക്യാൻഡിൽസ് കണ്ടു എന്ന് പറഞ്ഞാൽ മേളിലേക്ക് പോകണ്ട. ഇനി 1 അവറിൻ്റെ ക്യാൻഡിൽ മേളിൽ ഫ്യൂച്ചറിൽ ക്ലോസ് ചെയ്താൽ നിങ്ങൾ തീരുമാനിച്ചോ, ഓക്കെ ഫൈൻ. ഇവിടെ വന്നു ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യട്ടെ മേളിൽ. സോ നിങ്ങൾ പുള്ളിഷായിട്ട് ഈ സോണിലേക്ക് ടാർഗറ്റ് ചെയ്തു. നമ്മൾ ഇന്നലത്തെ പ്ലാനാണ്. സോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇന്നലത്തെ വീഡിയോ ഒന്നും കൂടെ കാണാം. സോ ഇവിടെ ഈ സോൺ ഏതാണ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമുക്കതിലൊരു മാറ്റം വരുമ്പോഴായിരിക്കും നമ്മൾ വീഡിയോയിൽ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ. സോ ഇപ്പോഴും എനിക്കൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു സോണിൽ നിന്ന് റിവേഴ്സൽ കിട്ടിയാൽ നമുക്ക് താഴേക്ക് തന്നെയാണ് പ്ലാൻ ചെയ്യാം. കുറച്ചും കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി ചെയ്താൽ കൺഫർമേഷൻ നോക്കിയിട്ട് കേട്ടോ, വെറുതെ വന്ന് രാവിലെ പൊട്ടുമേടിക്കാനല്ല, കൺഫർമേഷൻസ് നോക്കിയിട്ട് മാത്രം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ, നാളത്തേക്കുള്ള ഒരു പ്ലാനും. അതുപോലെ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ആ റേഞ്ചിൽ തന്നെ കൺസോളിഡേറ്റ് ചെയ്താണ് നിഫ്റ്റി നിന്നിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു കറക്ഷൻ എങ്കിലും മാർക്കറ്റിന് തരാം. കണ്ടോ, നമ്മൾ ഇന്നലെ പ്ലോട്ട് ചെയ്ത കറക്റ്റ് സോൺ കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടെ നിന്ന് റിവേഴ്സ് ആവും. പക്ഷെ നിഫ്റ്റിയിൽ നിന്ന് കറക്റ്റ് ടാപ്പ് ചെയ്തിട്ട് എവിടെ നിന്ന് റിവേഴ്സ് ആയി, നമ്മൾ പറഞ്ഞ സോണിൽ നിന്ന് തന്നെ അല്ലേ മാർക്കറ്റ് താഴേക്ക് വന്നത്. നിങ്ങളത് നോക്കിയായിരുന്നോ? നോക്കിയിട്ടുള്ളവരൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, കമൻറ്റിലൊന്ന് പറയാം. നോക്കിയേ, കണ്ടോ, നമ്മൾ വരച്ച കറക്റ്റ് സോണിലേക്ക് നിഫ്റ്റി വന്നു. കണ്ടോ, കറക്റ്റ് അവിടെ നിന്നുള്ള ആ ഒരു അഗ്രസീവ്നെസ് നിങ്ങൾ നോക്കിക്കേ, എന്ത് അഗ്രസീവായിട്ടാണ് നിഫ്റ്റി അവിടെ നിന്ന് വീണത്. സോ ട്രേഡ് എടുത്തവരെല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, എന്നാലും എനിക്ക് ആ ഒരു നിങ്ങളെല്ലാവർക്കും ഇതുകൊണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. സോ അതൊരു സ്ട്രെങ്ത്താണ്. ഈ ഒരു ഇമ്പൾസീവായിട്ടുള്ള റിജക്ഷൻ മാർക്കറ്റ് ഓൾറെഡി തന്നിട്ടുള്ള സോണിൽ എഗെയിൻ അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം കണ്ടോ, നമ്മൾ വരച്ച ആ ഒരു സോണ് ടാപ്പ് ചെയ്തതിന് ശേഷം നിഫ്റ്റി എന്ത് ചെയ്തു, അഗ്രസീവായിട്ട് താഴേക്കും. നിഫ്റ്റിയിൽ നല്ലൊരു സെറ്റപ്പ് രാവിലെ മിസ്സായിട്ടുണ്ടായിരുന്നു അല്ലേ. കുഴപ്പമില്ല, മാർക്കറ്റ് അവിടെ ഉണ്ട്, നമുക്ക് സമയമുണ്ട്, എങ്ങോട്ടും പോകുന്നില്ല, എല്ലാ ദിവസവും മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രേഡ് മിസ്സായാലോ എന്ന് ആലോചിച്ചാൽ ആരും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പോൾ നിഫ്റ്റീനെ നിങ്ങൾ എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും കൂടെ നിങ്ങൾ റീവാച്ച് ചെയ്ത് നോക്കാം. എഗെയിൻ എനിക്കിപ്പോഴും പറയാനുള്ളത് നിഫ്റ്റി റിവേഴ്സലാണ്. പക്ഷേ ഈ വന്നിരിക്കുന്ന മൊമെൻറ്റം, ടോട്ടലി തന്നിരിക്കുന്ന മൊമെൻറ്റത്തിൽ ഉണ്ടായിരിക്കണം ഈ ഒരു 50%ലേക്ക് ഇതിൻ്റെ ഇക്വിലിബ്രിയത്തിലേക്ക് നിഫ്റ്റി വരാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഈ സോൺ ഇവിടെയും ഉണ്ട് ഇംബാലൻസ്, നിഫ്റ്റിയിലുണ്ട് ഇംബാലൻസ്. സോ ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിങ്ങനെയൊക്കെ വന്ന് ഇത് ഇവിടെ നിന്ന് റിവേഴ്സൽ തന്നു കഴിഞ്ഞാൽ, ഇതേപോലത്തെ ഒരു സിനാരിയോ ഇവിടെ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സോണിലേക്ക് ടാർഗറ്റ് ചെയ്യാം. എഗെയിൻ നിഫ്റ്റി കണ്ടിന്യൂ ചെയ്താൽ ഈ ഒരു സോൺ. സോ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻ നോക്കണം. കാരണം ചിലപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇമ്പൾസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് എഗെയിൻ ഇങ്ങനെ പുഷ് ചെയ്യാം, ഇനി എഗെയിൻ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. സോ കൺഫർമേഷൻ എടുത്തിട്ട് നോക്കുക, പ്രോപ്പറായിട്ട് ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ എടുത്തിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് കയറുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ലോവിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴേക്ക് കയറാം. ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും താഴേക്ക് കയറാം. കണ്ടോ, അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിലും സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ടായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോൺ കറൻ്റ് ഈ ഒരു സോണാണ്. സോ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കണ്ടീഷനിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് നോക്കാം. എഗെയിൻ പിന്നീടുള്ളൊരു സോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു സോൺ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം, അതിനുള്ളിൽ നിങ്ങൾക്ക് സ്കാൽപ്പ് ചെയ്തിറങ്ങാം.
അപ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും സ്കാൽപ്പിംഗ് മൈൻഡ് സെറ്റിൽ നോക്കുക, ട്രെൻഡിനെ അതിൻ്റെ കൂടുതൽ ക്ലബ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ കേസ് നമുക്ക് ഇതാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്, ഇതാണ് നമുക്കുള്ളത് നിഫ്റ്റിയുടെ അപ്ഡേറ്റ്സ്. സോ ഇത്രേ ഉള്ളൂ നമ്മളുടെ സെക്ഷൻ, ഇന്നത്തെ സെക്ഷൻ. സോ നല്ല പ്ലാൻസോ കാര്യങ്ങളൊന്നുമില്ല, മാർക്കറ്റിൽ ഇത് പതിവാണ്, നിങ്ങൾ മനസ്സിലാക്കുക. നല്ലൊരു പ്ലാൻ കിട്ടിയിട്ട് നമുക്ക് കെയറാണ്. വെറുതെ മാർക്കറ്റിൽ പോയി അൽക്കുലത്ത് പരിപാടി കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല അല്ലേ. അപ്പം നല്ലൊരു പ്ലാനിൽ വേണം നമ്മളെപ്പോഴും എന്ത് ചെയ്യാനായിട്ട്, എൻട്രീസ് കാര്യങ്ങൾ നോക്കാൻ. പ്ലാൻ കിട്ടണമെന്ന് വെയിറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാകും. കാരണം 20% മാത്രമേ ബയ്യറിന് അവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ, മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, അത് മനസ്സിലാക്കിയിട്ട് വേണം മാർക്കറ്റിലിരിക്കാൻ, മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും സമാധാനത്തിൽ തന്നെ മാർക്കറ്റിൽ ഇരുന്ന് കാര്യങ്ങളായിട്ട് പോകണം. സോ ഇന്നത്തെ എന്തായാലും നമ്മൾ പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ ഇതല്ല ഓക്കെ, ലോഗിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടില്ല, കാരണം ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. കണ്ടോ പൊസിഷനിലേക്ക് നോക്കിയാൽ ഇന്ന് ഇതാണ് പൊസിഷൻ, ഒന്നും എടുത്തിട്ടില്ല. ഓർഡേഴ്സിലേക്ക് പോയി നോക്കാം, ഒരു പരിപാടി നമ്മളിവിടെ ചെയ്തിട്ടില്ല, മനസ്സിലായോ. അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് യാതൊന്നും നമുക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ തിരക്കായതുകൊണ്ടാണ് കേട്ടോ. കൂടുതലേ നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എടുക്കാൻ ഞാൻ തിരക്കായിരുന്നു. ഗ്രൂപ്പിലേക്ക് നോക്കിയാൽ ഞാൻ രാവിലെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടോ. ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഡേയുടെ കേസിൽ നോക്കാമെന്നുണ്ടെങ്കിലും രാവിലെ ഗുഡ് മോർണിംഗ് ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കുറച്ച് ട്രാവലിങ്ങിലാണ്, സോ അപ്ഡേറ്റ്സ് ഉണ്ടാവില്ല എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടൊന്നും എനിക്കിന്ന് പറയാനില്ല. നമുക്ക് ട്രേഡ് എടുത്തിട്ടില്ല സംസാരിക്കാനുള്ളൂ, ഇല്ലാതെ നമ്മൾ വെറുതെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ട്രേഡ് എടുത്തിട്ട് നമുക്ക് കഥ പറയാം, അപ്പോഴാണ് അതിനൊരു രസം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ സെക്ഷൻ. അപ്പോൾ നാളത്തെ പ്ലാൻസ് എല്ലാവരും സ്വിച്ച് ചെയ്ത് നോക്കാം. എല്ലാവരും അഭിപ്രായം എനിക്ക് അപ്ഡേറ്റ് ആയിട്ട് കമൻറ്റിൽ തരാം. എനിക്കത് മാത്രം നിങ്ങളുടെ അടുത്തുനിന്ന് മതി. നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയാം. നെക്സ്റ്റ് വീഡിയോസിൽ എന്തെങ്കിലും ഞാൻ ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, കഴിഞ്ഞ ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് പറഞ്ഞു, സോ നമ്മൾ നിഫ്റ്റി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി നിഫ്റ്റിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാം. ഓക്കെ, സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഓഫ്.